ഇതുവരെ ഗ്രീൻ ട്രിപ്പർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതിനുശേഷം തൊട്ടടുത്ത ബെല്ലൈക്കൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യുക. ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. ഹലോ ഫ്രണ്ട്സ്, ഗ്രീൻ ട്രിപ്പറിൻ്റെ ന്യൂ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കുറച്ച് ട്രിപ്പുകളൊക്കെ നടത്തിയിരുന്നു. അതിൻ്റെ കൂടുതൽ കുറച്ച് ചെറിയ ചെറിയ DIY പ്രൊജക്റ്റുകളൊക്കെ കാണിച്ചിരുന്നു. അപ്പം എനർജി കൺസർവേഷൻ എന്നുള്ളൊരു പോയിന്റിൽ നിന്നിട്ടാണ് നമ്മൾ കുറച്ച് സോളാർ റിലേറ്റഡ് ആയിട്ടുള്ള ചെറിയ ലൈറ്റ്സ്, അതുപോലെ തന്നെ സോളാർ ട്രാവൽ ചാർജറൊക്കെ കാണിച്ചത്. ഇന്നിപ്പം നമുക്ക് ഒരു എനർജി പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണല്ലോ നമുക്ക് വെള്ളം. അപ്പം നമ്മളിങ്ങനെ വെള്ളം വീടുകളിലൊക്കെ നമുക്ക് വെള്ളം ഇങ്ങനെ നമുക്ക് മാക്സിമം നഷ്ടപ്പെടുത്താതെ അല്ലെങ്കിൽ വേസ്റ്റ് ആക്കാതെ ഇങ്ങനെ ഉപയോഗിക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെയൊക്കെ വീട്ടിൽ മോട്ടറൊക്കെ ഓൺ ചെയ്ത് വിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വെള്ളമൊക്കെ നിറഞ്ഞൊഴുകി അങ്ങ് പോകാറുണ്ട്. അപ്പോൾ വാട്ടർ ലെവൽ കൺട്രോളർ എന്ന് പറയുന്ന സംഭവം ഒത്തിരി നാളുകളായിട്ട് നമ്മുടെ നാട്ടിൽ മാർക്കറ്റിലൊക്കെ കിട്ടുന്ന ഒരു പ്രൊഡക്റ്റാണ്. പക്ഷേ അങ്ങനെ ആരും അധികമൊന്നും വാങ്ങി ഇൻസ്റ്റാൾ ചെയ്തിട്ടൊന്നും കണ്ടിട്ടില്ല. കുറച്ച് പേരൊക്കെ ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് പെട്ടെന്ന് തന്നെ കംപ്ലൈൻറ്റ് ആവുകയൊക്കെ ചെയ്യുന്നതുകൊണ്ട് ആരും അങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് കണ്ടിട്ടില്ല. ഇനിയിപ്പോൾ അല്ല വേറെ ആരെങ്കിലും വാങ്ങി വെക്കുകയാണെങ്കിൽ തന്നെ അതിന് ഈ ബാറ്ററിയൊക്കെ വെച്ചിട്ട് ചെയ്യണോണ്ടൊക്കെ തന്നെ ബാറ്ററി തീർന്നു പോവുകയൊക്കെ ചെയ്യുമ്പോൾ പിന്നെ അതിനെപ്പറ്റി അതിനെ ശ്രദ്ധിക്കാറില്ല. അപ്പോൾ നമ്മൾ ഇന്നൊരു പ്രൊജക്റ്റ് ചെയ്യാൻ പോവാണ്. ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണ്. പക്ഷേ ഈ വാട്ടർ ലെവൽ കൺട്രോളർ പവർ ചെയ്യുന്നത് സോളാറിൽ നിന്നായിരിക്കും. അപ്പോൾ നമ്മൾ സോളാർ പവറിൽ വർക്ക് ചെയ്യുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളറാണ്. വളരെ സിമ്പിളായിട്ടുള്ളൊരു സർക്യൂട്ടാണ്. അപ്പോൾ ഇത് ഞാൻ ഇതിനകത്ത് വേണ്ട കമ്പോണൻറ്റുകൾ എന്തൊക്കെയാണ്, ഈ സർക്യൂട്ട് എങ്ങനെയാണ് ചെയ്യണം എന്നുള്ളതെല്ലാം ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാം. നമുക്ക് എല്ലാവർക്കും വീട്ടിലൊരു ഹോബി പ്രൊജക്റ്റായിട്ടൊക്കെ ചെയ്യാവുന്ന കാര്യമുള്ളൂ. ഒത്തിരി വലിയ സർക്യൂട്ടൊന്നുമില്ല, സിമ്പിളാണ്, വലിയ കോസ്റ്റ് ആവത്തില്ല. നിങ്ങൾക്കൊരു 100 രൂപ താഴെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വാട്ടർ ലെവൽ കൺട്രോളർ സർക്യൂട്ടാണ്. ഇത് ഉണ്ടാക്കിയിട്ട് നമുക്ക് വീട്ടിൽ കിച്ചൻ്റെ ഉള്ളിൽ വല്ലതും വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വാട്ടറിൻ്റെ ലെവൽ കാണുകയും ചെയ്യാം. നമ്മൾ ഹൈ ലെവലിൽ ചെല്ലുമ്പോഴത്തേക്കും ഇവൻ നമ്മളൊരു അലാം ചെയ്തിട്ട് അറിയിക്കുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള സംവിധാനങ്ങളെല്ലാം വെച്ചിട്ടാണ് നമ്മൾ ഈ ചെറിയ യൂണിറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതെങ്ങനെ ചെയ്യാൻ നോക്കാം. ഇതൊരു ഇലക്ട്രോണിക് സർക്യൂട്ടാണെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇലക്ട്രോണിക് സർക്യൂട്ടിനകത്ത് വേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, അതൊക്കെ ഞാൻ പറയാം. അപ്പോൾ കുറച്ച് റെസിസ്റ്റേഴ്സ് എന്ന് പറയും. ഇതിനെ നമ്മൾ ഇലക്ട്രോണിക് ഷോപ്പുകളിൽ ചെന്നാൽ വാങ്ങാൻ കിട്ടും. റെസിസ്റ്റർ എന്ന് പറയും. ഇപ്പം ഈ റെസിസ്റ്ററിൻ്റെ വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 220 ഓം. ഓം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റെസിസ്റ്റൻസിൻ്റെ ഒരു യൂണിറ്റാണ്. അപ്പം ഇത് 220 ഓമിൻ്റെ റെസിസ്റ്ററാണ്. നമുക്ക് വാങ്ങിക്കാൻ കിട്ടും ഇലക്ട്രോണിക് ഷോപ്പിൽ ചെന്നാൽ മതി. അതുപോലെ തന്നെ നമുക്ക് മറ്റൊരു റെസിസ്റ്റർ വേണ്ടത് 1 കിലോ ഓമാണ് വേണ്ടത്. 1 കിലോ ഓം, ഈ 1Kയുടെ ഒരു റെസിസ്റ്ററും കൂടെ വേണം നമുക്ക്. പിന്നെ അത് കൂടാണ്ട് നമ്മൾ കുറച്ച് LEDs യൂസ് ചെയ്യുന്നുണ്ട്. LEDs നമുക്ക് ഇൻഡിക്കേറ്റർ ആയിട്ടാണ്. അപ്പോൾ നമുക്ക് ലോ ലെവലിൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അതുപോലെ തന്നെ മിഡ് ലെവൽ, ഹൈ ലെവൽ, അങ്ങനെ 3 ലെവൽ ഇൻഡിക്കേറ്റ് ചെയ്യാൻ വേണ്ടി 3 ഡിഫറെൻറ്റ് കളറിലുള്ള LEDസും വാങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് മേജറായിട്ട് വരുന്നൊരു കമ്പോണൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു ട്രാൻസിസ്റ്ററാണ്. ട്രാൻസിസ്റ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊരു ഇലക്ട്രോണിക് കമ്പോണൻ്റ് ആണ്. ഇതൊരു സ്വിച്ചായിട്ടും അതുപോലെ തന്നെ ഒരു കൺട്രോളറായിട്ടും ഒക്കെ ആക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കുഞ്ഞി ഡിവൈസാണ്. ഇത് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. ഇതിൻ്റെ നെയിം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ BC547 എന്നാണ്. BC547. ഞാൻ ഇതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ വീഡിയോയുടെ താഴെ ഉണ്ടാവും. നിങ്ങൾക്ക് ഇതിൻ്റെ സർക്യൂട്ട് ഡയഗ്രം അടക്കം വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടാവും. അപ്പം ഇതാണ് മേജറായിട്ട് വേണ്ട കമ്പോണൻസ്. പിന്നെ നമുക്കൊരു അലാം ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു ബസർ വേണം. ചെറിയൊരു ബസർ, PCB ബസർ. ഇത് വാങ്ങിക്കാൻ കിട്ടും. നമ്മൾ ഷോപ്പിൽ കിട്ടുന്നതാണ് ബസർ. 5 വോൾട്ട് ബസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതും കിട്ടും. പിന്നെ നമുക്ക് വേണ്ടത് ഒരു സ്വിച്ചാണ്. അപ്പോൾ ഈ സ്വിച്ച് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വെള്ളം നിറഞ്ഞ് ടോപ്പ് ലെവലിൽ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ബസർ അടിക്കുമല്ലോ. ബസർ അടിക്കുന്ന സമയത്ത് നമ്മളിങ്ങനെ വെറുതെ ബസർ കേട്ടോണ്ടേ ഇരിക്കാതിരിക്കാൻ വേണ്ടി ബസറിന് ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്വിച്ചാണിത്, ചെറിയൊരു സ്വിച്ച്. ഈ സ്വിച്ചും നമുക്ക് ഇലക്ട്രോണിക് ഷോപ്പിൽ തന്നെ വാങ്ങിക്കാൻ കിട്ടും. പിന്നെ കുറച്ച് വയേഴ്സ് വേണം നമുക്ക് കണക്ട് ചെയ്യാനൊക്കെ വേണ്ടിയിട്ടുള്ള ചെറിയ കുറച്ച് വയർ വേണം. പിന്നെ നമ്മുടെ മേജറായിട്ടുള്ളൊരു പാർട്ടും കൂടെ ഉണ്ട്, അത് നമ്മുടെ സോളാർ പാനലാണ്. അപ്പോൾ നമുക്ക് ഈ സോളാർ പാനലും കൂടെ ഇതിൻ്റെ കൂട്ടത്തിൽ വേണം. അപ്പോൾ ഈ സോളാർ പാനലിൽ നിന്നായിരിക്കും ഈ സിസ്റ്റം കറണ്ട് കൊടുത്തുകൊണ്ടിരിക്കുക, ഇതിന് സർക്യൂട്ട് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളത്. ഇതിൻ്റെ കൂടുതൽ തന്നെ നമുക്കൊരു റീചാർജബിൾ ബാറ്ററിയും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് നൈറ്റും ഡേയും രണ്ടും ഒരുപോലെ വർക്ക് ചെയ്തോളും. അപ്പം ഈ ഒരു സോളാർ പാനലും കൂടെ ഇതിൻ്റെ വരും. ഇനി നമുക്കിതിൻ്റെ സർക്യൂട്ട് എങ്ങനെയാണ് വരുന്നതെന്ന് നോക്കാം. ഇപ്പം ഞാനിതിൻ്റെ സർക്യൂട്ട് ഒരു സെൻസറിൻ്റെ, അതായത് ഇപ്പോൾ നമ്മൾ വാട്ടർ ലെവൽ അറിയണത് 3 ലെവലായിട്ടാണ് നമ്മളിപ്പോൾ ഇവിടെ നമ്മുടെ പ്രൊജക്റ്റിൽ ഉദ്ദേശിക്കുന്നത്. അപ്പം ഏറ്റവും താഴത്തെ ലെവൽ, പിന്നെ നടുക്കത്തെ ഒരു ലെവൽ, പിന്നെ ഏറ്റവും ടോപ്പിലെ ലെവൽ, ഈ 3 ലെവലായിട്ടാണ് നമ്മൾ അറിയണത്. 4ാമത്തെ ഒരു ലെവലിൽ വന്നു കഴിഞ്ഞാൽ അലാം അടിക്കുന്ന രീതിയിലാണ് നമ്മളിപ്പോൾ സർക്യൂട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു ലെവൽ സെൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു സെൻസർ സർക്യൂട്ടാണ് ഇവിടെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ സെൻസർ സർക്യൂട്ട് എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നുള്ളത് ജസ്റ്റ് ഞാൻ വയർ ചെയ്തിട്ടുണ്ട്. ഞാൻ എങ്ങനെയൊന്ന് പറഞ്ഞത്
നമ്മൾ ഈ ട്രാൻസിസ്റ്റർ ഇതാണ് ട്രാൻസിസ്റ്റർ ഇരിക്കുന്നത്. അപ്പോൾ ഈ ട്രാൻസിസ്റ്ററിന് 3 ലെഗാണുള്ളത്. അപ്പോൾ നമ്മൾ അതിൻ്റെ ലെഗിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. അതെങ്ങനെയാണെന്നുള്ളത് ഞാൻ സർക്യൂട്ടിൽ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ടാവും. അത് സിമ്പിളായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഈ ട്രാൻസിസ്റ്റർ എടുത്തതിന് ശേഷം നമ്മൾ ട്രാൻസിസ്റ്ററിൻ്റെ ഈ ഒരു ഫ്ലാറ്റായിട്ട് ഒരു സ്ഥലം ഫ്ലാറ്റും ഈ സൈഡ് ഫ്ലാറ്റും ഈ സൈഡ് റൗണ്ടുമാണ്, ഹാഫ് റൗണ്ടുമാണ്. അപ്പോൾ നമ്മൾ ഈ ഫ്ലാറ്റായുള്ള സ്ഥലത്ത് ഇങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് കഴിഞ്ഞാൽ ടോപ്പിൽ നിന്ന് താഴത്തേക്ക് CBE എന്ന് പറയും. അതായത് കളക്ടർ ബേസ് എമിറ്റർ എന്ന് പറയും. ഇതനുസരിച്ച് വേണം നമ്മുടെ ഈ സർക്യൂട്ടിൽ ഈ ട്രാൻസിസ്റ്ററിനെ വയർ ചെയ്യാൻ. അപ്പോൾ അതൊന്നുമില്ലെങ്കിലും അറിയില്ലെങ്കിലും നമ്മളിങ്ങനെ ട്രാൻസിസ്റ്ററിനെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ സെൻറ്ററിലുള്ളതായിരിക്കും അതിൻ്റെ ബേസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ടോപ്പിൽ ഈ മുകളിലെ ഭാഗത്ത് വരുന്നതായിരിക്കും എൻ്റെ എമിറ്റർ എന്ന് പറയുന്നത്, താഴെ വരുന്നതായിരിക്കും എൻ്റെ കളക്ടർ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഈ സർക്യൂട്ട് വയർ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസിലേക്ക് നമ്മൾ ആ 1K എന്ന് പറഞ്ഞ റെസിസ്റ്റർ നമ്മൾ ഈ ട്രാൻസിസ്റ്ററിൻ്റെ നടുഭാഗത്തെ ലൈനിലേക്ക് കണക്ട് ചെയ്തു. അതുപോലെ അതിൻ്റെ താഴെ വരുന്ന ഇങ്ങനെ ട്രാൻസിസ്റ്റർ ഇങ്ങനെ ഇരിക്കുമ്പോൾ താഴെ വരുന്ന ലൈനിലേക്ക് നമ്മൾ ഈ 220 ഓമിൻ്റെ റെസിസ്റ്റർ കണക്ട് ചെയ്തു. പിന്നെ അതിൻ്റെ ടോപ്പിൽ വരുന്ന ലൈനിലേക്ക് നമ്മുടെ LED-യുടെ പോസിറ്റീവ് സൈഡ് കണക്ട് ചെയ്തു. LED-ക്ക് പോസിറ്റീവും നെഗറ്റീവും ഉണ്ട്. അപ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് എങ്ങനെ അറിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ LED-ക്ക് നീളമുള്ള കാല് പോസിറ്റീവും നീളം കുറഞ്ഞ കാല് നെഗറ്റീവ് ആയിരിക്കും. അപ്പോൾ ആ പോസിറ്റീവ് സൈഡ് നമ്മൾ ഈ സെക്ഷനിൽ കണക്ട് ചെയ്തു. ഇതിൻ്റെ എമിറ്ററിൽ നമ്മൾ കണക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് LED-യുടെ നെഗറ്റീവ് സൈഡിൽ നിന്ന് എടുത്തിട്ട് ഒരു വയർ എടുത്തിട്ട് നമ്മൾ സോളാർ പാനലിൻ്റെ നെഗറ്റീവിലേക്ക് കൊടുത്തു. അതുപോലെ ഇതിൻ്റെ കളക്ടറിൽ ആ 220 ഓം റെസിസ്റ്റർ ഉണ്ടായിരുന്നല്ലോ, ആ റെസിസ്റ്ററിൽ നിന്ന് ലൈനെടുത്ത് നമ്മൾ ഈ സോളാർ പാനലിൻ്റെ പോസിറ്റീവിലേക്ക് കണക്ട് ചെയ്തു. ഇതെല്ലാം സർക്യൂട്ട് ഡയഗ്രം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇടുന്നുണ്ട്. ഡിസ്ക്രിപ്ഷനിൽ നോക്കിയാൽ മതി. സർക്യൂട്ട് ഡയഗ്രത്തിൽ കൃത്യമായിട്ടുണ്ട്. സർക്യൂട്ട് നോക്കി ചെയ്യാൻ ഇതിപ്പോൾ സർക്യൂട്ട് നോക്കി ചെയ്യാൻ അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തത്. ഇനി ഇതിൻ്റെ ആ പോസിറ്റീവ് സൈഡിൽ നിന്ന് നമ്മളൊരു വയർ എടുക്കും. അതുപോലെ തന്നെ ഇതിൻ്റെ ബേസിൽ നിന്ന് ഒരു വയർ എടുക്കും. ഇതാണ് നമ്മുടെ സെൻസർ വയറുകൾ. ഇത് രണ്ടും കൂടി വെള്ളത്തിലേക്ക് മുട്ടുമ്പോഴാണ് നമ്മുടെ ഈ LED ഓൺ ആവുന്നത്. അതായത് നമ്മൾ ഒരു ലെവൽ സെൻസ് ചെയ്തു എന്ന് ഈ 2 ലൈനിലായിട്ട് വെള്ളം വന്ന് മുട്ടുമ്പോഴാണ് നമ്മൾ അറിയണത്. അപ്പോൾ നമ്മൾ അപ്പോൾ ഞാനിതൊന്ന് കണക്ട് ചെയ്ത് കാണിക്കാം. ഇപ്പോൾ LED തെളിഞ്ഞുണ്ടോ? അപ്പം ഇതുപോലെ തന്നെ നമ്മുടെ വെള്ളത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളിത് ഇറക്കി വെക്കുമ്പോൾ നമുക്ക് ഈ കോൺടാക്റ്റ് വരുന്നത് കാണിച്ചു തരാം. ഒരു ഗ്ലാസ്സിനകത്ത് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് ഞാൻ 2 ലൈനുകൾ മുക്കുകയാണ്. കണ്ടോ LED ബ്രൈറ്റ് ആയതുണ്ടോ? നല്ല 2 സൈഡുകൾ വന്നിട്ട് LED ബ്രൈറ്റ് ആയതുണ്ടോ? ഇങ്ങനെയാണ് നമ്മൾ സെൻസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമ്മളതിൻ്റെ ബാക്കി സർക്യൂട്ടും കൂടെ നമുക്ക് ചെയ്യാം ഇതുപോലെ തന്നെ. എന്നിട്ട് ഞാൻ നിങ്ങളെ കാണിക്കും. ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു ബോർഡിൻ്റെ മുകളിലേക്ക് നമ്മൾ 3 LEDസും കറക്റ്റായിട്ട് വെച്ചിട്ട് ആ 3 LED ബാക്കിൽ അതിൻ്റെ
ലീഡ്സിൽ നമ്മൾ ഈ ട്രാൻസിസ്റ്റർ 3 കണക്ട് ചെയ്തു. ഇനി ട്രാൻസിസ്റ്ററിൽ ഈ 3 ബേസിൽ നിന്ന് വരുന്ന ലൈനായിരിക്കും ഈ നടുക്കുള്ള 1, 2, 3 ലൈനായിരിക്കും നമ്മുടെ സെൻസറായിട്ട് വർക്ക് ചെയ്യാൻ പോകുന്നത്. പിന്നെ ഈ സൈഡിലുള്ള ഈ കണക്ഷൻ എല്ലാം കൂടെ നമ്മൾ ഒരുമിച്ച് കോമൺ ആക്കിയിട്ട് ഇവിടെ നമ്മൾ കോമൺ ആയിട്ട് നെഗറ്റീവ് കൊടുക്കുകയും ചെയ്യും ഇവർക്ക് നമ്മൾ സോളാർ പാനലിൽ നിന്നുള്ള. അപ്പം ബാക്കി എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. നമ്മുടെ സർക്യൂട്ട് അപ്പോൾ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ ബോർഡിലേക്ക് LEDs എല്ലാം പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ സോളാർ പാനൽ കണക്ട് ചെയ്തു. അപ്പോൾ ജസ്റ്റ് നമുക്കൊന്ന് ടച്ച് ചെയ്ത് നോക്കാം. എൻ്റെ ബേസ് ടെർമിനൽ അത് ഓൺ ആവുന്നത് കാണാം. ഇതിപ്പോൾ ഓൺ ആവുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ സർക്യൂട്ട് ഇപ്പോൾ ഓൾമോസ്റ്റ് ഓക്കെയാണ്. അപ്പോൾ ഇനി ബാക്കിയുള്ള ലീഡ്സൊക്കെ കണക്ട് ചെയ്ത് നമുക്കിതിനൊരു നല്ലൊരു ബോക്സിനകത്തേക്ക് മാറ്റാം. നല്ലൊരു ബോക്സിനകത്തേക്ക് ഈ സർക്യൂട്ടിനെ നമുക്ക് ആഡ് ചെയ്തിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ വാട്ടർ ലെവൽ സെൻസറിൻ്റെ വർക്ക് ഏകദേശം കഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഞാൻ സോളാർ പാനൽസും കണക്ട് ചെയ്തിട്ടുണ്ട്. നമുക്കൊന്നുകൂടെ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. അപ്പം ഈ ഒരു പോയിന്റ് ഞാൻ കണക്ട് ചെയ്ത് നോക്കാം. ബ്ലൂ LED ഇപ്പോൾ തെളിയുന്നുണ്ട്. അപ്പം നമ്മളത് മിഡിൻ്റെ ലെവലായിട്ട് വെച്ചേക്കുന്നത്. അപ്പോൾ ടാങ്കിൽ നമ്മൾ മിഡ് ലെവലിലാണ് ഈ ലൈൻ കൊടുക്കേണ്ടത്. അപ്പം എങ്ങനെ ടാങ്കിലേക്ക് നമുക്ക് എങ്ങനെ ഇത് വെക്കാം എന്നുള്ള കാര്യമൊക്കെ ഞാൻ ഇനിയിപ്പോൾ എക്സ്പ്ലെയിൻ ചെയ്യാവേ. ആദ്യം ഞാൻ ഇതിൻ്റെ ജസ്റ്റ് ഇത് ടെസ്റ്റ് ചെയ്യുന്ന ഇപ്പം ഇൻഡിക്കേഷൻ വരുന്നുണ്ട് ബ്ലൂ. ഇത് നമ്മൾ റെഡ് ഇൻഡിക്കേഷൻ വരുന്നു. അപ്പോൾ ടോപ്പ് ഇത് പിന്നെ അതുപോലെ തന്നെ ഗ്രീൻ നമുക്ക് ഗ്രീൻ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്ലിയർ ആയിട്ട് കാണത്തില്ല. ഇൻഡിക്കേഷൻ കുറച്ച് ബ്രൈറ്റ്നെസ് കുറവാണ്. അപ്പം ഇങ്ങനെ 3 ഇൻഡിക്കേഷൻ നമ്മൾ ഉദ്ദേശിച്ചേക്കുന്നത്. ഇതിലിപ്പോൾ ബ്ലൂ വരുന്നുണ്ട്, അതിൻ്റെ ടോപ്പിലേക്ക് റെഡും വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ലോ ലെവൽ ഇൻഡിക്കേഷൻ, മിഡ്, ഹൈ. ഇപ്പോൾ ഇതാണ് നമ്മളിപ്പോൾ ഇതൊരു ബോക്സിലേക്ക് ഇത് വെച്ചേക്കാണ്. അപ്പോൾ നമുക്കിത് എവിടെയെങ്കിലും ഹോൾഡ് ചെയ്ത് എവിടെയെങ്കിലും ഡ്രിൽ ചെയ്തിട്ടൊക്കെ വെക്കാൻ പാകത്തിനൊരു മുകളിലെ ടോപ്പിൽ ഒരു പ്രൊവിഷനോട് കൊടുത്തിട്ടുണ്ട്. കേബിൾസ് എല്ലാം നമുക്ക് അടിഭാഗത്ത് കൂടെ ഒരു സൈഡിൽ കൂടെ പുറത്തേക്ക് ഇടത്തേക്കാം. അപ്പോൾ ഇതിനകത്ത് ഇനി നമ്മൾ ടാങ്കിൽ എങ്ങനെയാണ് ഇത് മൗണ്ട് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണെന്ന് നമുക്ക് ഒന്ന് നോക്കാം. ടാങ്കിലേക്ക് നമുക്ക് ഇതിൻ്റെ വെക്കാൻ വേണ്ടിയിട്ട് സെൻസേഴ്സ് നമുക്ക് വെക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ ഒരു PVC പൈപ്പ് എടുത്തിട്ട് അതിപ്പോൾ ടാങ്കിൻ്റെ ഫുൾ ലെങ്ത്തിലുള്ള PVC പൈപ്പ് വേണം. ടാങ്കിൻ്റെ ഒരു അടിഭാഗത്ത് വരെ എത്താൻ പറ്റുന്ന രീതിയിലുള്ള PVC പൈപ്പ് എടുത്തിട്ട് നമ്മൾ ഈ PVC പൈപ്പിൻ്റെ ബോട്ടം ഏറ്റവും താഴത്തെ പൊസിഷനിൽ നമ്മൾ ഇതുപോലെ ഒരു സ്ക്രൂ ഡ്രിൽ ചെയ്ത് പിടിപ്പിക്കുക. അവിടെ ഒരു സ്ക്രൂ പിടിപ്പിക്കുക. അപ്പോൾ നമ്മൾ ഈ സ്ക്രൂ പിടിപ്പിച്ചിട്ട് ഈ സ്ക്രൂവിലേക്ക് നമ്മൾ എന്താ പറയുക പോസിറ്റീവിൽ നിന്ന് വരുന്ന ലൈൻ എടുത്തിട്ട് ഈ സ്ക്രൂവിലേക്ക് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ടാങ്കിൻ്റെ ഏകദേശം നടുഭാഗത്ത് നമുക്ക് ആ മിഡ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ വീണ്ടും ഒരു സ്ക്രൂ കൂടെ ചെയ്തിട്ട് അവിടെ നമ്മുടെ അടുത്ത രണ്ടാമത്തെ മിഡിൽ നിന്ന് വരുന്ന ലൈൻ കൊടുക്കുക. ഇങ്ങനെ ടോപ്പിൽ കൊടുക്കുക. ഏറ്റവും ലോയിൽ ഒരെണ്ണം കൊടുക്കണം. ഇതിൻ്റെ അടുത്ത് തന്നെ നമ്മൾ ലോയിൽ കണക്ക് കൊടുത്തു. അതുപോലെ തന്നെ മിഡ് കൊടുക്കുക. അതിനുശേഷം ഏറ്റവും ടോപ്പിൽ കൊടുക്കുക. ഇതിനുശേഷം ഈ PVC പൈപ്പ് നമ്മുടെ ടാങ്കിൻ്റെ സെൻറ്ററിലേക്ക് ഇറക്കി വെക്കുക. സോളാർ പാനലിലായത് കാരണം അതിൻ്റെ മുകളിൽ തന്നെ അതിൻ്റെ പവർ വരുന്നുണ്ടാവും. അപ്പം നമുക്ക് താഴേക്ക് പിന്നെ വേണ്ടത് 4 വയർ മാത്രമേ ഉള്ളൂ. അപ്പോൾ 4 വയർ നേരെ താഴേക്ക് കൊണ്ടുവരിക. 4 വയർ താഴേക്ക് കൊണ്ടുവന്നിട്ട് അതിനുശേഷം ആ വയറിൽ എന്താ പറയുന്നത് നമ്മുടെ ഈ പറഞ്ഞ നമ്മളിപ്പോൾ ചെയ്തേക്കുന്ന ഡിവൈസിൻ്റെ ആ 4 ലൈൻ കൂടെ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമാറ്റിക്കലി ഓരോ ലെവലിൽ ഇപ്പോൾ ടാങ്കിൽ എത്ര വെള്ളം ഉണ്ടെന്നും ഇനിയിപ്പോൾ ടാങ്കിൽ നിറഞ്ഞു പോകാൻ നേരത്ത് ഇപ്പം നമ്മളിപ്പോൾ കൊടുത്തേക്കുന്ന ആ 3ാമത്തെ LED സ്ഥാനത്ത് നമ്മൾ ഇപ്പം നമ്മൾ LED കൊടുത്തത്. അപ്പോൾ ആ LED സ്ഥാനത്ത് നമ്മൾ ഒരു ബസർ കൊടുക്കും. അതായത് ഇതുമാതിരി ഒരു ചെറിയ ബസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ 3ാമത്തെ LED കഴിഞ്ഞിട്ട് ഈ ബസ് ചെയ്യാൻ തുടങ്ങും. അപ്പോൾ നമുക്ക് ആ ബസറും കൂടി അതിനകത്തേക്ക് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഇപ്പം ഞാൻ അതിൽ കാണിച്ചില്ല. അപ്പം ഈ ഒരു ബസറും കൂടി അതിലേക്ക് അറ്റാച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 3 LED കഴിഞ്ഞ് 4ാമത്തെ LED അതിൻ്റെ സ്ഥാനത്തായിട്ട്, അതായത് വെച്ചാൽ 3 LED എന്ന് വെച്ച് കഴിഞ്ഞാൽ ടാങ്ക് ഓൾമോസ്റ്റ് 90% ഫില്ലായി എന്നുള്ളത് കൂട്ടുക. 5ാമത് പുറത്തേക്ക് പോകുന്നതിന് മുന്നായിട്ട് ഈ ബസർ ചെയ്യും. ഈ ബസർ അടിക്കുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും ടാങ്ക് നിറഞ്ഞു, ഇനി ടാങ്ക് നിറഞ്ഞ് വെള്ളം പുറത്തേക്ക് പോകാറായി എന്ന് തോന്നും. ഈ LED കണക്ട് ചെയ്ത അതേ പോയിന്റിൽ തന്നെ ഈ ബസർ നമുക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് കിട്ടും. അപ്പം ഞാൻ ഈ ബസർ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബസർ അടിച്ചുകൊണ്ടിരിക്കും. ബസർ ഓഫ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളതിൽ സ്വിച്ച് വരെ കൊടുക്കേണ്ടി വരും. സ്വിച്ച് ഓഫ് ചെയ്തിട്ട് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ മാനുവലി ഈ സ്വിച്ച് ഓൺ ചെയ്തിട്ടില്ലെങ്കിൽ
പിന്നെ ബസർ അടിക്കില്ല. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റിയ സ്ഥലമല്ല. ഇപ്പോൾ അതുകൊണ്ട് ഞാൻ അതിൽ ഇൻഡിക്കേഷൻ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ ഈ ബസർ കൊടുത്തു കഴിഞ്ഞാൽ ബസറിന് ഒരു അലേർട്ടും കൂടെ കിട്ടും. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു പ്രോജക്റ്റ്. അപ്പം എല്ലാവർക്കും ഈ പ്രോജക്റ്റ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇത് വളരെ സിമ്പിളായിട്ടുള്ളൊരു പ്രോജക്റ്റാണ്. ഇത് നിങ്ങൾ വീട്ടിൽ ചെയ്ത് വെക്കുകയാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ വേനൽക്കാലമൊക്കെയാണ്, അപ്പോൾ വെള്ളം വളരെയധികം ലോസ് ആവുന്നുണ്ടാവും. അപ്പോൾ ഈ വെള്ളം നഷ്ടപ്പെടുത്താൻ നമുക്ക് മാക്സിമം ഇതുപോലെ കൺട്രോൾ ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് ടാങ്കിലെ വെള്ളത്തിൻ്റെ ലെവൽ അറിയാവുന്നതുകൊണ്ട് നമ്മൾ കറണ്ടൊക്കെ പോകുന്നതിന് മുന്നേ നമുക്ക് വെള്ളം അടിച്ചിടാനും ഒക്കെ സാധിക്കും. അങ്ങനെയുള്ളൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു ടൂളാണ്. വളരെ സിമ്പിളാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. താങ്ക്സ് ഫോർ വാച്ചിങ്. അപ്പോൾ നമ്മൾ ഇനി വീഡിയോസ് കാണുക. ബൈ.